ഒരു സോയ ചങ്ക് ഫ്രൈഡ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഗ്രേവി ആയിട്ടൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു വെള്ളച്ചവയും ടേസ്റ്റും ഒന്നും ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ല സൂപ്പറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കാറാകുമ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് അളവിൽ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സോയ ചങ്ക്സ് ഇതിൻ്റെ അകത്ത് കിടന്ന് തിളച്ച് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് അത് നന്നായിട്ടൊന്ന് വെന്ത് അതിങ്ങനെ വീർത്ത് വരണം. ഒരു 2-3 മിനിറ്റ് ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ കുറേ തവണ കഴുകിയെടുക്കണം. ഞാനൊരു 3-4 തവണ കഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലിട്ട ഉപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. കഴുകി അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ്. അതേപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. കുറച്ച് പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോയ ചങ്ക്സ് പൊടിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഓവറായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറുതായിട്ടുള്ള ഒരു വെള്ളം ആ സോയ ചങ്ക്സിലുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ സോയ ചങ്ക് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു സോയ ചങ്ക്സിലുള്ള വെള്ളം കൊണ്ട് ഇതിലേക്ക് അരപ്പങ്ങ് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ മസാല എല്ലാം ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കോൺഫ്ലോറൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ മാത്രം ചേർത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കാമേ. അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 തവണയായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് ഉടനെ നമ്മളിത് തിരിച്ചിടരുത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ച് ഒരുമാതിരി ഇരിക്കും, പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു സൈഡ് ഏകദേശമായി വന്നതിന് ശേഷം നമ്മൾ പതുക്കെ അതിൻ്റെ അടിയിൽ നിന്നൊന്ന് ഇളക്കിയെടുത്തിട്ട് കൊടുത്ത് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഇതൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ആ വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും വരില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാനിതിലേക്ക് 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.